ചികിത്സാലയം, ഡി അഡിക്ഷൻ, ഇൻഫെർട്ടിലിറ്റി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ എന്നീ മേഖലകളാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ഓരോ മേഖലയും 2 ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. എല്ലാ മേഖലകളിലും വിദഗ്ധരും വിദ്യാർത്ഥികളും രോഗികളും പ്രേക്ഷകരുമായി 30ഓളം പേർ പങ്കെടുക്കുന്നു. നിത്യജീവിത രീതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും രോഗങ്ങളും നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഈ സംരംഭത്തിൽ ഹോമിയോപ്പതി, ആയുർവേദം, പ്രകൃതി ചികിത്സ, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധർ ഒരുമിച്ചിരുന്ന് രോഗികളിലെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും പ്രതിവിധി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പേര് വരും കല്യാണത്തിന്. എന്നാൽ നമുക്ക് 700 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. പെൺകുട്ടിയുടെ ജാതകത്തിൽ ദോഷം കാണുന്നുണ്ട്. എന്ത് ദോഷമാ ജോത്സരെ? അന്നത്തിന്റെ ദോഷം. എന്ന് വെച്ചാ പെൺകുട്ടിയുടെ വിവാഹത്തിൽ അന്നം പാഴാകും. അതിൽ അന്നദേവത കോപിക്കും. ഒരു ഉപായമുണ്ട്. അതിഥികൾക്ക് ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ശരി. എന്നിട്ടും ഭക്ഷണം മിച്ചം വന്നാൽ പാവങ്ങൾക്ക് വീതിക്കുക. ഭൂമിയിൽ വിളയുന്ന അന്നത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. അത് പാഴാക്കരുത്. ആരുടെയും അവകാശം കവരരുത്. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വിവിധ ചികിത്സാ രീതികളുണ്ട്. ഓരോ ചികിത്സാ രീതിക്കും അതിൻ്റെതായ പ്രത്യേകതകളും. എന്നാൽ ഈ പ്രത്യേകമായ വിവിധ ചികിത്സാ രീതികൾ ഒരുമിച്ച് ചേർത്ത് ചികിത്സാ സമ്പ്രദായം വന്നാലോ അത് രോഗികൾക്ക് കൂടുതൽ ഫലപ്രദമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് നൂതനമായി ആവിഷ്കരിച്ച ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റം. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ആയുർവേദ ഡോക്ടർ അമിത അശോക്, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ കോളേജിലെ ഡോക്ടർ ബീന എബ്രഹാം, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ പ്രേമചന്ദ്രൻ, സംസ്ഥാന ഹോമിയോ വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ ജമുന, ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസറായ ഡോക്ടർ ബാലചന്ദ്രൻ നായർ, തിരുവനന്തപുരം ഹോമിയോ ആശുപത്രിയിലെ നാച്ചുറോപ്പതി ഡോക്ടർ മായ, തിരുവനന്തപുരം ഹോമിയോ ആശുപത്രിയിലെ യോഗ ഡോക്ടറായ ഡോക്ടർ സീന എന്നിവരാണ്. നമുക്കറിയാം, ഓരോ തരം ചികിത്സാ സംവിധാനങ്ങളും അവരവരുടേതായ ചികിത്സാ രീതികളെ പരിപോഷിപ്പിക്കുന്നതിനും അതിന് പ്രചാരം നൽകുന്നതിനുമായിട്ടാണ് ഇപ്പോൾ സാർവത്രികമായി സ്വീകരിച്ചു വന്നിരിക്കുന്ന ഒരു സമീപനം. അതിൽ നിന്ന് വിരുദ്ധമായി യോഗയും നാച്ചുറോപ്പതിയും ആയുർവേദവും ഹോമിയോയും ഒക്കെ ചേർത്ത് സമഗ്രമായ ഒരു ചികിത്സാ സമ്പ്രദായം, ഹോളിസ്റ്റിക് സിസ്റ്റം എന്നുള്ള നിലയിൽ കേരളത്തിൽ ആവിഷ്കരിക്കുവാനുണ്ടായ കാരണമെന്താണ്? അതായത് ഈ കാലഘട്ടം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പിടിയിൽ അമർന്നൊരു സമയമാണ്. അപ്പോൾ ഹോമിയോപ്പതിയെ കൊണ്ട് മാത്രം ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ജീവിതശൈലിയെ നേരാവണ്ണം നയിക്കണമെങ്കിൽ അതിനകത്ത് നമ്മുടെ ചര്യകൾ പ്രകാരം ജീവിക്കാനായിട്ട് ആയുർവേദത്തിന്റെയും നാച്ചുറോപ്പതിയുടെയും അതുപോലെ തന്നെ യോഗയുടെയും ആവശ്യകതയുണ്ട്. മെഡിസിൻ ഹോമിയോ കൊടുത്തുകൊണ്ട് തന്നെ ഈ 3 സിസ്റ്റത്തിന്റെയും ഗുണപ്രദമായ കാര്യങ്ങളും കൂടെ ഉപയോഗിച്ച് രോഗിയെ ജീവിതത്തിലേക്ക് നല്ല ഒരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. ഡോക്ടർ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പക്ഷാഘാതം, പ്രമേഹം, രക്താതിസമ്മർദ്ദം, പൊണ്ണത്തടി, PCOD, അൾഷിമേഴ്സ്, ഇങ്ങനെ ധാരാളം രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ മാറ്റി അല്ലെങ്കിൽ ഈ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള ഒരു ജീവിതശൈലിയാണ് നാം അവലംബിക്കുന്നതെങ്കിൽ അവയെ മാറ്റി നേരായ വണ്ണം ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. അത്തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളെ മരുന്നില്ലാതെ തന്നെ ജീവിതത്തിന്റെ ക്രമത്തിനനുസൃതമായി അല്ലെങ്കിൽ ചിട്ടയായ ജീവിതം കൊണ്ട് മാറ്റുന്നതിന് നാച്ചുറോപ്പതിക്ക് എന്തുമാത്രം പ്രാധാന്യമാണുള്ളത്? ഡോക്ടർ മായ. ജീവിത ക്രമീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണ ക്രമീകരണം. ഇന്നത്തെ ഭക്ഷണ രീതി നോക്കിയാൽ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് പണ്ടത്തേതിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതായത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ധാരാളമായി കണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ ഭക്ഷണ ക്രമീകരണത്തിന് വിധാനമാണ് ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റം. എന്തുകൊണ്ടാണ് യോഗ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡോക്ടർ പ്രേമചന്ദ്രൻ. യോഗശാസ്ത്രം ഒരു ജീവനശാസ്ത്രമാണ്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് എങ്ങനെ ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള മാർഗമാണ് യോഗ ഉപദേശിച്ചു തരുന്നത്. അതിൽ അനവധി രീതികളുണ്ട്. യോഗയിൽ യമനിയമം തൊട്ട് ആസന, പ്രാണായാമം, ധ്യാനം തുടങ്ങിയ അനവധി രീതികളുണ്ട്. ഈ രീതികളിലൂടെ ആരോഗ്യത്തോടു കൂടി എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു ശാസ്ത്ര സമ്പ്രദായമാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോന്നിരുന്ന അനവധി ദിനചര്യകളും ഒക്കെയായിട്ട് യോഗയ്ക്ക് ബന്ധമുണ്ട്. ആ യോഗയുടെ ജീവന രീതിയും ദിനചര്യയും ഒക്കെ നമ്മുടെ ജീവിതചര്യയിൽ നിന്ന് മാറിപ്പോയി ആധുനിക രീതിയിലുള്ള ജീവിതചര്യകളൊക്കെ നമ്മൾ അവലംബിക്കാൻ തുടങ്ങുകയും ആധുനിക രീതിയിലുള്ള ഭക്ഷണ സമ്പ്രദായങ്ങൾ ആചരിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള ജോലികൾ നമ്മൾ എടുക്കാൻ തുടങ്ങുകയും ഓഫീസുകളിൽ പോയി അനങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷവും ഇതെല്ലാം കൂടിയാണ് രോഗത്തിന് കാരണമാകുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ യോഗ ശാസ്ത്രത്തെ ഈ ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിലൂടെ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചര്യകളിൽ വലിയ മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും. ഈ ചര്യകളിൽ മാറ്റം വരുത്തുന്നതോടുകൂടി തന്നെ ആരോഗ്യത്തോട് കൂടിയിട്ട് തിരിച്ചു വരാൻ, അതുവരെയുള്ള ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണമായിട്ടുണ്ടാവുന്ന ശരീരത്തിലെ മാറ്റങ്ങളെ തിരിച്ച് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് യോഗശാസ്ത്രം. തിരുവനന്തപുരം ഹോളിസ്റ്റിക് സെന്ററിന്റെ ചുമതലയുള്ള ഡോക്ടർ ബീന എബ്രഹാം നമ്മളോടൊപ്പം ഉണ്ട്. ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഈ ഹോളിസ്റ്റിക് സെന്ററിനെ എങ്ങനെയാണ് രോഗികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നില്ല, കാലക്രമേണ ഗ്രാജുവലായിട്ട് വരുന്നതാണ്. അപ്പം ക്രോണിക് ഡിസീസിൽ അതിൽ നമ്മുടെ ഹനുമാന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സാർ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, ട്രൂ ക്രോണിക് ഡിസീസും ഉണ്ട്, അതുപോലെ സ്യൂഡോ ക്രോണിക് ഡിസീസ് ഉണ്ട്. അതായത് അവിടെ ഒരു മെയിൻറ്റെയിനിങ് കോസ് അവിടെ ഉണ്ട്. അത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഈ മെയിൻറ്റെയിനിങ് കോസസ്, അതായത് എക്സസൈസ് ആയിട്ടുള്ള ഭക്ഷണം, ഇത് ലാക്ക് ഓഫ് എക്സസൈസ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്, പിന്നെ അതുപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇല്ല അവസ്ഥ. അപ്പം ലാക്കായിട്ടുള്ളതിനെ നമ്മൾ കൊടുക്കുക, എക്സസൈസ് ആയിട്ടുള്ള ഇപ്പം ആവശ്യമില്ലാതെ ഭക്ഷണം അത് ക്രമീകരിക്കേണ്ടത്. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് അത്യാവശ്യമാണ്. അവിടെയാണ് ഈ അതർ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്. അതിനൊപ്പം നമ്മുടെ മെഡിസിന് എഫക്റ്റ് ഉണ്ട്. അത് ഹോമിയോപ്പതി പാട്ടത്ത് പറഞ്ഞ ഹോളിസ്റ്റിക് തന്നെയാണ്. ആസ് എ ഹോൾ ആണ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. മെന്റൽ ഫിസിക്കൽ ജനറൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു കേസ് ടേക്കിംഗ് നമ്മൾ അവിടെ എടുത്ത് സിമിലാരിറ്റി അനുസരിച്ച് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള മെഡിസിനൊപ്പം ജീവിതശൈലിയിൽ ഓരോ പേഷ്യന്റിനും ഉള്ള മോഡിഫിക്കേഷൻസ് കൊടുത്താണ് ഇതിന്. എന്നാലേ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ വരത്തുള്ളൂ. പ്രിവെന്റീവ് ആസ്പെക്റ്റിലും ഇതിന് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിൽ പ്രത്യേകത വിവിധ ശാസ്ത്രശാഖകളുണ്ട്. ആയുർവേദത്തിന്റെ രീതിയുണ്ട്. ആയുർവേദം തന്നെ ഒരു ജീവിതക്രമമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ആയുർവേദ ശാസ്ത്രവും ഈ ഹോമിയോ രീതിയും തമ്മിൽ എങ്ങനെയാണ് സമന്വയിപ്പിച്ച് ഈ ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്നത്? അത് ആയുർവേദം മാത്രമല്ല, ഏത് വൈദ്യശാസ്ത്രമാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ജീവജാലങ്ങളുടെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആയുർവേദത്തിൽ
ചികിത്സാ രീതി 2 തരത്തിലാണ്. സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ മറ്റൊന്ന് ആതുരവൃത്തമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ക്ലിനിക്കിൽ നമ്മൾ സ്വസ്ഥവൃത്തം, ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തത്തിന്റെ സാധ്യതകളാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ആരോഗ്യപരമായി ജീവിക്കാൻ, അയാളുടെ ജീവിതകാലം അത്രയും ആരോഗ്യപരമായി ജീവിച്ച് തീർക്കാൻ അയാൾ എന്തൊക്കെ ചര്യകൾ, അതായത് അയാളുടെ ദൈനംദിനികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഓരോ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും എല്ലാം എന്തൊക്കെ ചര്യകൾ അവർ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് തന്നെ ഉണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ. അപ്പൊ അതൊക്കെയാണ് ഈ ക്ലിനിക്കിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ഹോളിസ്റ്റിക് സെന്ററിലെ യോഗ ഡോക്ടറുണ്ട്, ഡോക്ടർ സീന. പലതരം രോഗികൾ വരുമ്പോൾ ഇപ്പോൾ യോഗയുടെ പ്രാധാന്യം ഓരോ ദിവസം കഴിയുന്നതും കൂടി വരികയാണ്. പല സ്ഥലങ്ങളിലും യോഗ ക്ലാസ്സുകളുണ്ട്, ആളുകൾ യോഗയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ തരം യോഗ അങ്ങനെ ചെയ്യുകയാണ്. എല്ലാ രോഗത്തിനും എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള യോഗയാണോ വേണ്ടത്, അതോ ഓരോരുത്തരുടെയും രീതിയും ശൈലിയും അനുസരിച്ച് വ്യത്യസ്തമായ യോഗയാണോ ഈ നിങ്ങളുടെ ചികിത്സാ രീതി അനുസരിച്ച് കൊടുക്കുന്നത്? ജനറൽ ആയിട്ടുള്ള യോഗ സെക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിവെന്റീവ് ആയിട്ടുള്ള യോഗ. ആയുഷിൽ നമ്മൾ കൂടുതലായിട്ട് തെറാപ്യൂട്ടിക് യോഗയാണ് കൊടുക്കുന്നത്. അതായത് അസുഖങ്ങളെ യോഗയിൽ കൂടെ ചികിത്സിച്ച് മാറ്റുന്ന ഒരു രീതിയാണ് തെറാപ്യൂട്ടിക് യോഗ. അതായത് ഡയബറ്റീസിന് കൊടുക്കുന്നത് എക്സസൈസ് അല്ലെങ്കിൽ യോഗ ആയിരിക്കത്തില്ല ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്നത്, ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്നതായിരിക്കുന്നില്ല ഒബേസിറ്റിക്ക് കൊടുക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പ്രായം, അയാളുടെ അസുഖങ്ങൾ, ഇങ്ങനെ പല ഫാക്ടേഴ്സും മുൻനിർത്തിയാണ് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള യോഗ കൊടുക്കുന്നത്. അതുപോലെ തന്നെ യോഗ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തിയെ, അതായത് ഡയബറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തിയോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയോ കേന്ദ്രീകരിച്ച് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തെറാപ്യൂട്ടിക് ആയിട്ടുള്ള യോഗയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്.